വീഡിയോസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ഫാർമസിസ്റ്റായി എന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചാണ്. അവരുടെ മകൾക്ക് 22 വയസ്സുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ത്രോട്ടിന് ഭയങ്കര പെയിനും കുറച്ച് കോൾഡും തലവേദനയും ബോഡി പെയിനും ഒക്കെ ഉണ്ട്. അപ്പോൾ പാരസെറ്റമോൾ കഴിച്ചു. പക്ഷേ പാരസെറ്റമോൾ കഴിച്ചിട്ടും ത്രോട്ട് ബുദ്ധിമുട്ട് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ അവിടുന്ന് ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു, അതായത് അസിത്രോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ, അതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഡെലിവറി ചെയ്ത് കൊടുത്തു. ഡെലിവറി ചെയ്ത് കൊടുത്തിട്ട് അത് കഴിച്ചു. അപ്പോൾ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് അലർജിയായി. അതായത് ഒരു നേരം കഴിക്കേണ്ട ടാബ്ലറ്റ് ആണത്. അത് കഴിച്ച ഉടനെ തന്നെ അതിന് ഭയങ്കരമായിട്ട് വായ്ക്ക് കഴിക്കാൻ തുടങ്ങി, മരവിപ്പ് തുടങ്ങി, പിന്നെ ഒന്നും അറിയുന്നില്ല, അതായത് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല, വായൊക്കെ പൊട്ടി, പിന്നെ മാത്രമല്ല വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ആയി. ആ കുട്ടി ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്പോൾ പറഞ്ഞു, ഇതിന് മരുന്നൊന്നും ചൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടീനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാൻ പറയും. അപ്പോൾ അവർ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് കോൾഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഫ്രിഡ്ജിൽ നിന്ന് തൈര് എടുത്ത് കുടിച്ചു അറിയാതെ, അതാണ് അത് കൊണ്ട് കൂടിയത്. അപ്പോൾ അത് ഒന്ന് ബൈ മിസ്റ്റേക്ക് ഒന്ന്. രണ്ടാമത് ആ കുട്ടി ഇതുവരെയും ഹോമിയോ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ആദ്യമായിട്ടാണ് അലോപ്പതി. അപ്പോൾ ഇതൊന്നും പറയാതെയാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് വിളിച്ച് ഈ കുട്ടിയുടെ സിറ്റുവേഷൻ പറഞ്ഞ് അവിടെ ആൻറ്റിബയോട്ടിക്കും കൊടുത്തത്. പിന്നെ ഉണ്ടായ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അടുത്ത മരുന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഇതൊന്നും ഇങ്ങനെ ഒന്നാമത്തെ കാര്യം ആൻറ്റിബയോട്ടിക് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേക ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു അനുഭവം ഞാൻ തുറന്ന് പറയുന്നത്. ഇതുപോലെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഫോണിലൂടെ വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയും, ഈവൻ മെഡിക്കൽ ഷോപ്പിലേക്ക് വിളിക്കും. ഒരു ഡോക്ടറെ കാണാൻ നിങ്ങൾ വില്ലിങ് ആവില്ല. അപ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അവസ്ഥയാണ്. കാര്യം നേരത്തെ ഉണ്ടായതിനേക്കാൾ ഭയങ്കര മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഈവൻ കോൾഡ് ആണെങ്കിൽ തന്നെ നിങ്ങൾ കോൾഡിൻ്റെ ടാബ്ലറ്റ്സ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുക, ഡോക്ടർ പറയുന്നത് അനുസരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഫാർമസിസ്റ്റുകൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നല്ല, ഫാർമസിസ്റ്റുകൾക്ക് അറിയാം. പക്ഷേ ആ സിറ്റുവേഷൻ എന്താണെന്ന് പരിശോധിച്ച്, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ഡോക്ടർക്ക് അറിയുന്ന അത്രയും ഒരു ഫാർമസിസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ശരിയായെന്ന് വരില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ മരുന്നുകളാണ് നമ്മൾ പഠിക്കുന്നത്. മരുന്നുകൾ അരച്ച് കലക്കി കുടിച്ചിട്ട് നിൽക്കുന്നതാണ് ഫാർമസിസ്റ്റുകൾ. പക്ഷേ രോഗങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അറിയാവുന്നത് ശരിക്കും ഡോക്ടർമാർക്കാണ്. മാത്രമല്ല ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പം നിങ്ങൾ തന്നെ ആ കുട്ടിയുടെ ബാക്കിയുള്ള സിറ്റുവേഷൻസ് പറഞ്ഞിട്ടില്ല മെഡിക്കൽ ഷോപ്പിൽ, അല്ലാതെയാണ് ആ മരുന്നൊക്കെ കഴിക്കേണ്ടി വന്നത്. ഈവൻ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ഒരു അനുഭവം ഞാനിവിടെ പറയാനുള്ള കാരണം, ഇങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ത്രോട്ടിൻ്റെ കാര്യം ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ ഇതിലും വലിയ കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ വന്ന് സ്വന്തമായിട്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ മേടിച്ച് കഴിക്കുകയാണ്. കാര്യം ആ ആൻറ്റിബയോട്ടിക് ശരിക്കും നിങ്ങൾക്കത് ആ ഒരു രോഗത്തിന് കറക്റ്റായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നാണോ എന്ന് കൂടി അറിയാതെയാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ തന്നെ ചിലപ്പോൾ ന്യൂമോണിയയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം. പിന്നെ ഭയങ്കരമായിട്ടുള്ള അലർജിയാണ്. അലർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലാണ്. അത് വലിയൊരു കോംപ്ലിക്കേഷൻസിലൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്, ദയവ് ചെയ്ത് ഈ ഫോണിലൂടെ വിളിച്ചിട്ട് മരുന്ന് സജസ്റ്റ് ചെയ്ത് നിങ്ങൾ വാങ്ങരുത്. ഇപ്പോൾ ഡെലിവറി അവൈലബിൾ ആയത് കാരണം എന്തും നിങ്ങൾക്ക് ഫോണിൽ കൂടി വിളിച്ചുകൊണ്ട് ഇന്ന മരുന്നുകളൊന്നും കൊണ്ടുതരാമോ, ഇന്നാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡോക്ടറെ കാണാൻ പോകാൻ മടിച്ചിട്ട്. അങ്ങനെ ദയവ് ചെയ്ത് ഇതൊന്നും ചെയ്യരുത് കേട്ടോ.